ഇപ്പൊ പുതിയ പുതിയ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വണ്ടി നമ്പരൊക്കെ പറയുന്നവരുണ്ട്. KL 4033 വണ്ടിയെ വന്നവൻ അന്തം പിടിച്ചത് എന്റെ വണ്ടി നമ്പർ എടാ വിഡി. അവന്റെ ശിങ്കിടി നേരത്തെ അങ്ങോട്ട് മൊബൈലിൽ കൊടുത്തിട്ടുണ്ട് നിന്റെ വണ്ടി നമ്പർ. പാർക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞ് 30-48 അങ്ങോട്ട് വരുന്ന മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാ മറ്റവനുണ്ടെന്ന് കണ്ണടച്ചേച്ച് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം സ്റ്റേജിലൊക്കെ ഇരുന്ന് മൊബൈൽ നോക്കുന്നവരുണ്ടല്ലോ, നമ്മൾ ഓർക്കും വാക്യം തപ്പുകയാണ്, ചുമ്മാതാ. ഒരുത്തം വന്ന് ചോദിച്ചു, പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നേ പെര വീണിയാകുമായിരുന്നു. ഒരുത്തം വന്ന് ചോദിച്ചു, അമ്മാമ്മ എന്നെ ഇപ്പൊ ഇടഞ്ഞു നിൽക്കുന്നത്. ഒരുത്തം വന്ന് ചോദിച്ചു, നീ നീതിമാനായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കെടുതിയൊക്കെ വരുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക, അതാ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. അപ്പൊ ഇയ്യോബ് ഇങ്ങനെ ഇവരോട് പറഞ്ഞിട്ട് ഇവരെ അംഗീകരിക്കുന്നില്ല. ഞാൻ വിവരിക്കുന്നില്ല. ഇവരെ അംഗീകരിക്കാതെ വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറയുന്ന ഭാഗം ആ 12:7 ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ, ഉൾക്കൊള്ളുന്നില്ലല്ലോ, നിങ്ങൾക്ക് യോജിപ്പില്ലല്ലോ, നിങ്ങളത് ഏറ്റെടുക്കുന്നില്ല. ഒരു കാര്യം ചെയ്യും, മൃഗത്തോട് ചോദിക്കും, മൃഗം നിന്നെ ഉപദേശിക്കും. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഉപദേശം, എന്റെ ഉപദേശം ഒന്നും നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഒരു കാര്യം ചെയ്യും, മൃഗത്തോട് ചോദിക്കും. ഉപദേശിമാര് നെടുക നടന്ന് ഉപദേശിച്ചിട്ടൊന്നും ഒരെണ്ണം ഗുണപ്പെടുന്നില്ല. അങ്ങനെയുള്ളവരോട് മൃഗത്തോട് ചോദിക്കും, മൃഗം നിന്നെ ഉപദേശിക്കും. വിശദീകരിച്ച് പോകുന്നില്ല, ചടി കിടാന്ന പോയിന്റ് പറഞ്ഞു പോകുകയാ. സ്തോത്രം. ഒന്ന്, മൃഗം തരുന്ന ഉപദേശം വായിക്കണ്ട, ബിലിയാമിന്റെ കഴുത. ഞാൻ ചരിത്രം ഒന്നും പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, പോയിന്റ് മാത്രം പറയുക. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ബിലിയാം കയറിയ കഴുത ഉപദേശിക്കുന്നത്, ദൈവാലോചന ഇല്ലാതെ നീ യാത്ര ചെയ്യരുത്. ദൂതനെ കഴുത കണ്ടു, പ്രവാചകൻ കണ്ടില്ല. കഴുതക്കിട്ട് പ്രവാചകൻ അടിച്ചു. സ്തോത്രം. കഴുതയുടെ വായ ദൈവം തുറന്നു എന്ന് പറഞ്ഞാൽ, ആലോചനയില്ലാതെ നീ പോയാൽ നിന്റെ ദർശനം നഷ്ടപ്പെടും. സ്തോത്രം. ഈ ബിലിയാമിന്റെ കഴുത തരുന്ന പ്രധാനപ്പെട്ട ഉപദേശം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും അതാ കഴുത തരുന്ന ഉപദേശം. ചിലർക്ക് എങ്ങനെയും 10 പുത്തനുണ്ടാക്കണം, അതിനെന്തും അവര് ചെയ്യും. സഹോദരനെ ഒറ്റിക്കൊടുക്കും, സ്വന്തം സഹോദരന് കുതികാല് വെക്കും, അപ്പനെയും അമ്മയും വീട്ടിൽ നിന്ന് വേണേ ഇറക്കി വിടും, കള്ളസാക്ഷി പറയും. ഇപ്പൊ അങ്ങനെയൊക്കെയല്ലേ? സ്തോത്രം. ഇപ്പൊ പുതിയ പുതിയ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വണ്ടി നമ്പരൊക്കെ പറയുന്നവരുണ്ട്. KL 4033 അതിനെന്നെ ഉണർവ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചുരുക്കി പറഞ്ഞ അവരെ മോട്ടോർ വാഹന പ്രകാരം കേസെടുക്കണം, അല്ലെ അവിടെ അങ്ങനെ ജോലി മേടിച്ചു കൊടുക്കണം. ഉണ്ട് വണ്ടിയെ വന്നവൻ അന്തം പിടിച്ചത് എന്റെ വണ്ടി നമ്പർ എടാ വിഡി. അവന്റെ ശിങ്കിടി നേരത്തെ അങ്ങോട്ട് മൊബൈലിൽ കൊടുത്തിട്ടുണ്ട് നിന്റെ വണ്ടി നമ്പർ. പാർക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞ് 30-48 അങ്ങോട്ട് വരുന്ന മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാ മറ്റവനുണ്ടെന്ന് കണ്ണടച്ചേച്ച് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം സ്റ്റേജിലൊക്കെ ഇരുന്ന് മൊബൈൽ നോക്കുന്നവരുണ്ടല്ലോ, നമ്മൾ ഓർക്കും വാക്യം തപ്പുകയാണ്, ചുമ്മാതാ. നീ ഇത് കണ്ട് ഇളകരുത്. സ്തോത്രം. ഇത് കണ്ട് ഇളകരുത്. ഇതിനകത്തൊക്കെ ഒത്തിരി സൂത്രങ്ങളുണ്ടെന്ന്. പേര് വെളിപ്പെടുത്തുക. ആരിലും ചെന്ന ഉടനെ പറയുന്നതെല്ലാം നമ്മുടെ നാട്ടിലെ പേര്. എന്നാ ചൈനക്കാരുടെ 5-6 പേര് പറ.
അതിന് ചൈനക്കാർക്ക് പേരില്ല. സ്തോത്രം. ആട്ടെ, ഞാൻ ആ ഭാഗത്ത് എങ്ങനെയും 10 പുത്രനുണ്ടാക്കണം. ദ്രവ്യാഗ്രഹം. ബിലിയാമിന്റെ കടുത പറയും, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് എന്തേലും തന്നാൽ അനുഭവിച്ചോണം. സൂത്രവും തട്ടിപ്പോന്നും കാണിക്കരുത്. പ്രവാചകന്റെ ഗതി അറിയാമല്ലോ സംഭവിച്ചത്. ബാരാക്ക് കൊടുത്ത വെള്ളിയും പൊന്നുമൊക്കെ ഏറ്റെടുത്തു, കിട്ടി. പക്ഷെ അന്ത്യം കൂടെ നോക്കിക്കോണം. സ്തോത്രം. മൃഗങ്ങളോട് ചോദിക്കാ, അവ നിന്നെ ഉപേക്ഷിച്ചു. ഒരുത്തനെ ചതിച്ചും വഞ്ചിച്ചും അവനെ നശിപ്പിച്ചും നമ്മുടെ കയ്യിൽ ഒന്നും വരരുത്. കൈ വെടിപ്പായിരിക്കണം. അഥവാ എന്തേലും ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് സക്കായിയെ പോലെ പറഞ്ഞോണം. വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൺവെൻഷൻ നടത്താന്നല്ല, പിന്നെയോ ജീവിതത്തിൽ അപാകതകൾ വരാം. അപ്പൊ ഇങ്ങനെ പറയാൻ, കർത്താവേ വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് കർത്താവേ, ചതിവായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ നടത്തും. ഒരു പള്ളി പെരുന്നാളും 400 അമിട്ട് വല്ലോ പൊട്ടിച്ച ഇവന്റെ പാവം മാറുമോ? 8 കതിനാക്കുത്തിക്ക് തീരുന്നതാണോ നിന്റെ ചതിവ്? നീ സ്വന്തം സഹോദരന് കൊടുക്കേണ്ട ഓഹരി അവകാശം കൊടുക്കാൻ അപ്പനെ കൊണ്ട് കള്ളയൊപ്പ് ഇടിപ്പിച്ചാ നീ ആധാരം കൈക്കലാക്കിയത്. അത് കതിനാക്കുറ്റി തീരുന്നതാണോ? 3 പെരുന്നാളിന് തീരുവോ? അന്നദാനം. എന്റെ വല്യമ്മച്ചി പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ പിടികിട്ടുകയല്ല. പഴയ ആൾക്കാർക്ക്, ഞങ്ങളുടെ കുട്ടനാട് സൈഡിലുള്ളവർക്ക് അല്ലെങ്കിൽ സെൻട്രൽ ട്രാവൻകൂറിലുള്ളവർക്ക് ചിലപ്പോൾ തിരിഞ്ഞെന്ന് വരാം, ഇവിടെയും ചിലർക്ക് മനസ്സിലായെന്ന് വരാം. വല്യമ്മച്ചി പറഞ്ഞൊരു ഡയലോഗാണ്, എടാ സന്തതി ഇരിക്കെ ധർമ്മം ഊട്ടിയ ഊട്ടുപരയ്ക്ക് തീ പിടിക്കുമെന്ന്. സന്തതി ഇരിക്കെ ധർമ്മം ഊട്ടിയ ഊട്ടുപരയ്ക്ക് എന്ന് പറഞ്ഞ സ്വന്തം മക്കൾ വിശന്നിരിക്കുക, അന്നേരം അപ്പടെ പർണശാല കെട്ടി ഊട്ട് നടത്തുക. ആ ഊട്ടുപര കത്തിപ്പോകും. സ്തോത്രം. സ്തോത്രം. കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. വ്യാജത്തിന് മനസ്സും വെക്കരുത്. നമ്മുടെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വരുമ്പോ ചിലപ്പോ ചോദിക്കും, അത് ന്യായമാണ്, മാന്യതയാണ്. ചോദിച്ചിട്ട് സൂത്രം ഒപ്പിച്ചൊന്നും അല്ല, ചിലര് നമുക്ക് തരും സോമനസാണ്. അതൊന്നും തെറ്റല്ല. ഒരുത്തനെ ചതിച്ച് വഞ്ചിച്ച് കുടിയിലിറക്കി, പിള്ളേരുടെ ഭാഷ പറഞ്ഞ അവനെ കുപ്പിയിലിറക്കി. അങ്ങനെ ഇറക്കിയാ നീയും മേടിക്കും, നിന്റെ സന്തതി മേടിക്കും. കർത്താവ് വരാൻ താമസിച്ചാൽ നിന്റെ സന്തതിയുടെ സന്തതി മേടിക്കും. ചുരുക്കി പറഞ്ഞാൽ ബാക്കി ഞാൻ പറയുന്നില്ല. ഭയത്തോടെ ദൈവത്തെ സേവിച്ചോ. സക്കായി പറഞ്ഞ പോലെ എപ്പോഴും പറഞ്ഞോണം, കർത്താവ് വല്ലതും ചതിവായിട്ടുണ്ടെങ്കിൽ സ്തോത്രം. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. സ്തോത്രം. 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 ഈ ചിലര് മേടിച്ചു കഴിഞ്ഞാൽ മേടിച്ചില്ലെന്ന് മുഖത്ത് നോക്കി പറയുന്നവർ അങ്ങനെയാണ്. ഞാൻ എപ്പം മേടിച്ചു കേട്ടുക, എപ്പം മേടിച്ചപ്പോ തമ്പരാൻ പറയും താമസിക്കാതെ മേടിക്കും. മേടിക്കും പറയാം, കുഴപ്പമില്ല ബാബു, നീ താമസിക്കാതെ അല്ല, താമസിക്കാതെ മേടിക്കും. താമസിക്കാതെ എനിക്കറിയാം. സ്ഥലവും ഒന്നും പേര് ഞാൻ പറയത്തില്ല, കാരണം വെറുതെ എന്തിനാ അലോക്യം. ഗൾഫിൽ കിടന്നൊരുത്തൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അവന്റെ കാശ് കൊണ്ട് വസ്തു മേടിക്കാനായിട്ട് കൊണ്ട് കൊടുത്തു. അവൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ, അതിന്റെ 10-18 ലക്ഷം രൂപ.
വസ്തു കൊടുക്കാന്ന് പറഞ്ഞ് അവന് വസ്തു കൊടുത്തില്ല. അവൻ ആ സമയത്ത് എഴുതിക്കാൻ പറ്റിയില്ല. എല്ലാത്തിനും ന്യായമില്ലേ? അതുകൊണ്ട് തരുന്നില്ല. ഇത് ശുഭമാകുമോ? നിയമം ചിലപ്പോ അങ്ങനെ ആയിരിക്കും, നിയമം അങ്ങനെ ആയിരിക്കും. കറക്റ്റ് ടൈമിൽ മനസാക്ഷിയില്ലേ? സ്വർഗീയ കോടതി അവന്റെ സാഹചര്യം കൊണ്ട് ചിലപ്പോ ഒത്തില്ല. ചെയ്യേണ്ട കാര്യം, നിനക്കത് മേടിക്കാൻ പൈസ ഉണ്ടോ? ബാക്കി ഇല്ല, എന്നാ നിന്റെ പൈസ പിടി. അതല്ലേ എന്റെ ന്യായം? അതൊരു വലിയ കീർവാണം അടിക്കുക. എന്നിട്ട് പറയാം മേടിക്കാൻ മേടിച്ചോളാം. നിന്റെ സന്തതിക്ക് ഗുണം വരുമോ? ഗുണം വരുമോ? അവര് ചിലപ്പോ ലൈവിലുണ്ടായിരിക്കും, ഗുണമാകട്ടെ. ഗുണമാകുവോ? അവൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട കാശ കൈവെടിപ്പായിരിക്കണം. സഹോദരിക്ക് ഓഹരി കൊടുക്കാനുണ്ടെങ്കിൽ ഓഹരി കൊടുത്തോണം, ചതിക്കരുത്. സഹോദരന് ഓഹരി കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യം കൊടുക്കണം, അവനെ ചതിക്കരുത്. നീ മാളികയൊക്കെ പണിയും, വണ്ടിയൊക്കെ മേടിക്കും, എസ്റ്റേറ്റും ഒക്കെ ചിലപ്പോൾ മേടിക്കും, പക്ഷെ അനുഭവിക്കാനൊക്കെയല്ല. വലിയ എസ്റ്റേറ്റ് മേടിച്ചില്ലെങ്കിലും മാളിക പണിതില്ലെങ്കിലും വലിയ BMW ഇപ്പോഴത്തെ പുതിയ പുതിയ കാറുണ്ടല്ലോ, ഓടി അങ്ങനെ അതൊന്ന് ജാഗ്വാർ എന്തോലും ആട്ടെ, ചാക്കോ പാട്ടയോ ഒന്നും മേടിക്കാൻ ഒത്തില്ലെങ്കിലും നിനക്ക് ചിലപ്പോ ഒരു ഉന്തുവണ്ടിയേ ഉള്ളു മതി, ഒരു ചെറ്റക്കുടില്ല മതി, ഫോറിൻ പ്ലേറ്റ് ഒന്നും കാണുകയില്ല, അലൂമിനിയം പാത്രമാ മതി. പക്ഷെ നിന്റെ കൈ വെടിപ്പാണോ? നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയവും. സ്തോത്രം. ആട്ടെ, മൃഗങ്ങളോട് ചോദിക്കാവ നിന്നെ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. തന്നെ വായിക്കാൻ നിങ്ങൾക്ക് അല്പം അമാന്തമുണ്ട്. പിന്നെ അദ്ദേഹം വന്നതുകൊണ്ട് പെട്ടെന്ന് വായിക്കുകയും ചെയ്യും. അദ്ദേഹം വന്നില്ലായിരുന്നു എന്ന് കാണായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, മൃഗങ്ങളോട് ചോദിക്കാവ നിന്നെ. ബിലിയാമിന്റെ കരുത പറയും, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും. ഒരിക്കലും പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുക. അപ്പൊ പിള്ളേരെല്ലാം കൂടെ മൊട്ടത്തലയാ കേറി. അല്ലാതെ ഉപദേശി മുടിയെല്ലാം വളർത്തി ഇടക്കിടക്ക് ഇങ്ങോട്ടൊരു പിടുത്തു. അതാണ് നമ്മുടെ പുതിയ പ്രവാചകൻ. ഗ്ലോറി മുടിയ അതിനാ പ്രവാചകൻ. ഇപ്പോഴത്തെ കുറെ പ്രവാചകന്മാരുണ്ട്, മുടിയെല്ലാം വളർത്തി ഇടക്കിടയ്ക്കും പ്രസംഗത്തിനിടെ ഒരു തട്ട. ചിലക്ക് ഇത് കാണുന്ന ചെല്ലു പറയും, ഈ പ്രവാചകൻ മൊട്ടത്തലയാ, അതുകൊണ്ടാ മൊട്ടത്തലയാ എന്ന് പറഞ്ഞ മുടിയെല്ലാം വെട്ടിച്ച് വീറും വൃത്തിയായിട്ടാണ് നടക്കുന്നത്. അപ്പൊ പിള്ളേർക്ക് ഇത് കണ്ടപ്പോ ഒരു പിള്ളേരുടെ ശൈലിയിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ പുള്ളി ഇപ്പോഴൊരു പേര് പറയല്ല, ഇപ്പോഴത്തെ വേറൊരു പേര് ഇപ്പോഴത്തെ പിള്ളേരുടെ സെറ്റിന് ഏതാ അല്ല വേറൊരു ഞാൻ ന്യൂജൻ. അതാ ന്യൂ ജനറേഷൻ അല്ലേ, ന്യൂജൻ. അപ്പൊ ന്യൂജൻ പാസ്റ്റർ അല്ല, ഓൾഡ് പാസ്റ്റർ. അതുകൊണ്ട് പിള്ളേർക്ക് അത്ര തൃപ്തി വരുന്നില്ല. പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു മൊട്ടത്തലയാ. ഇവരൊത്തിരി പാസ്റ്റർമാരെ ഉപദേശിമാരെ കളിയാക്കിയിട്ടുണ്ട്, ഒത്തിരി പാസ്റ്റർമാരെ ആക്ഷേപിച്ചിട്ടുണ്ട്. പഴയ പാസ്റ്റർമാരെല്ലാം ആക്ഷേപിച്ചിട്ട് സ്തോത്രം പറഞ്ഞ അതുങ്ങൾ അങ്ങ് പോവാ. പക്ഷെ ഈ പാസ്റ്റർ ഇച്ചിരി വ്യത്യാസമാണ്. ഉപദേശി അവിടെ എന്ന് വെച്ചാൽ തിരിഞ്ഞൊന്ന് നോക്കി. ആ ഭാഗം നിങ്ങൾക്കറിയാം. നോക്കിയ സമയത്ത് കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടി കാട്ടിൽ നിന്നിറങ്ങി വന്ന് ഇങ്ങനെ അവരിൽ 42 ബാലന്മാര്. അപ്പൊ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കോളേജ് വിട്ട സമയമാണെന്ന് തോന്നുന്നു.
എന്റെ ചിന്തയാണ്. അവരിൽ 42 ബാല. അപ്പം ചുരുക്കി പറഞ്ഞ 21 വെച്ച് ഒരു കരടി പിടിച്ചു. ഒരു പെങ്കരടി 21. 2 പെങ്കരടി കൂടി കീറി. ഈ കരടി നമുക്ക് തരുന്ന ഉപദേശം ഇത്രയുണ്ട്: നീ എല്ലാരെയും പരിഹസിക്കുന്നത് പോലെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ പരിഹസിക്കരുത്. നീ എല്ലാവരെയും ആക്ഷേപിക്കുന്നത് പോലെ വിശുദ്ധന്മാരെ കയറി ആക്ഷേപിക്കരുത്. നീ എല്ലാവരെയും ഞോണ്ടാൻ ചെല്ലുന്നത് പോലെ അവൻ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരാകുന്ന വിശുദ്ധന്മാരെ ഞോണ്ടാൻ ചെല്ലരുത്. സൂക്ഷം കരടി നിന്നെ പിടിക്കും. ഒടുവിൽ പിടി. അതിനെ ഇപ്പം നല്ല സംരക്ഷണമല്ലേ അതുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇനി വന്ന് എലിയെ പോലും കൊല്ലാൻ, പന്നിയെലി കൊണ്ട് കൊന്നാൻ അന്നേരം നിന്നെ അറസ്റ്റ് ചെയ്യും. അല്ലാത്തതിനൊന്നും ഇപ്പൊ തൊടാനേ. ആന നിന്നെ കൊല്ലും, നീ ആനയെ കൊന്നാൽ അകത്ത് പോകുന്നു. ആന നിന്നെ കൊല്ലും, ആനയുടെ വീട്ടിനകത്ത് അങ്ങനെ ചെന്ന് വേണ സൂക്ഷം നിന്നെ. നീ ആനയെ കൊന്നാലോ വിവരം. കടുവ നിന്നെ കടിക്കും, നീ കടുവായ ദോഷമൊന്നും ചെയ്യാൻ. പന്നിയെ തൊടാനൊക്കെ അല്ല പിന്നല്ലേ. പന്നി നിന്നെ തേറ്റാക്കി താങ്ങും, നീ പന്നിയെ തൊടരുത്. അതിന്റെ കാരണം ഇതിനെല്ലാം ദൈവം സംരക്ഷിച്ച് അതിനെ മൃഗ സംരക്ഷണ വകുപ്പുകൂടുണ്ടാക്കി. തൊട്ടാ നിന്നെ തട്ടും. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഉപദേശിമാരെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, സൂര്യയുടെ വിലക്കാരെ ഉപദ്രവിക്കുന്ന, പരമാർത്ഥികൾ ഉപദ്രവിക്കുന്ന നിന്നെ പിടികൂടാൻ ദൈവം സംരക്ഷിച്ച് വെച്ചിരിക്കുക. അറ്റ കൈ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. കരടി ഇറങ്ങി കുഞ്ഞുഞ്ഞെ നിന്നെ തട്ടുകയും ചെയ്യും. യാതൊരു തർക്കവുമില്ല. സ്തോത്രം. കരടിയോട് ചോദിച്ചാൽ കരടി പറയും, നീ ജീവിക്കുന്ന ഉപദേശിമാരെ ആക്ഷേപിക്കരുത്, ഭക്തന്മാരെ ഉപദ്രവിക്കരുത്, പരമാർത്ഥതയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ തൊടരുത്. തൊട്ടാ നിന്നെ കീറും. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ഓടിച്ചങ്ങ് നിർത്താം, വേഗത്തിൽ അങ്ങ് നടത്താം. രാജാവിനോട് പ്രാർത്ഥിക്കാത്ത കാരണം നിമിത്തം ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിലിട്ട് ഇട്ടേച്ച് രാജാവിന് ഉറക്കം വരുന്നില്ല. രാജാവ് എന്റെ ഭാഷ ഓൾ നൈറ്റ്. പക്ഷെ എന്റെ ചിന്തയാ ദാനിയേല് സുഖമായിട്ട് ഉറങ്ങും. ഒരു ചിന്തകൻ പറഞ്ഞേക്കുന്ന ഈ ദാനിയേൽ അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ ദൈവം സിംഹത്തോട് പറഞ്ഞ്, എന്റെ ദാസൻ വരുന്നുണ്ട്, ബെഡ് ഒരുക്കിയേക്കണമെന്ന്. എന്റെ ദാസൻ വരുന്നുണ്ട്, ശുശ്രൂഷയുടെ മുഖത്തായതുകൊണ്ട് ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ട്. എന്റെ ദാസൻ ഇന്ന് വൈകിട്ട് ഇവിടാണ് വിശ്രമിക്കുന്നത്. അപ്പൊ സിംഹമെല്ലാം കൂടെ നിരയായിട്ട് നിന്നെന്ന്. ദൈവദാസൻ വന്ന് ഡള്ളപ്പിന്റെ മെത്തേ കിടക്കും പോലെ കമാന്നൊരു സിംഹം പറഞ്ഞു, എടേ അനങ്ങരുത്, ഉദ്ദേശി വരുന്നുണ്ടെന്ന് പറഞ്ഞു. നേരെ നിൽക്കാം. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, എനിക്ക് വെള്ളം കുടിക്കണം. ഇന്ന് കുടിക്കണ്ട, ഉദ്ദേശി അനക്കാതെ പുള്ളി ക്ഷീണമുള്ള ആളാ, സുഖമായിട്ട് നമുക്ക് ദൈവം ഒരുക്കുന്ന മെത്ത. പള്ളി മെത്ത കിടക്കുന്ന പുള്ളിക്ക് ഉറക്കം വരുന്നില്ല. പുള്ളി ഇരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, മൊബൈൽ എടുത്ത് തോണ്ടുന്നു. രാജാവ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു. ദാനിയേൽ സുഖമായിട്ട് അധികാലത്ത് ഓൺലൈൻ നടത്തിയ പുള്ളി അധികാലത്ത് വന്ന് ചോദിക്കുക, ജീവനുള്ള ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേലെ നീ അതിനകത്ത് ഉണ്ടോന്ന്. ദാനിയേൽ കരക്കോട്ട് കയറി. എന്റെ ചിന്തയാ, കരക്കോട്ട് കയറി കൈയടിച്ചേച്ച് പറഞ്ഞ്, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. അടുത്ത സാക്ഷ്യമായ, രാജാവ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു. മൃഗങ്ങളോട് ചോദിക്കാം, അവൻ നിന്നെ. ദാനിയേല് രാത്രിയിൽ വിശ്രമിച്ച ആ സിംഹക്കൂട്ടിലെ സിംഹങ്ങൾ ഇങ്ങനെ തരുന്ന ഉപദേശമാണ്. സ്തോത്രം. എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ തൊട്ടേക്കരുത്. സിംഹം പറയും, ഞങ്ങൾ ഈ ഏറെ നാളുകളായി ഗുഹയ്ക്കകത്ത് കിടക്കുക, ഇവിടെ പലരെയും ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, പാതിക്ക് വരുമ്പോഴേ ചാടി പിടിച്ചൊരു കടി, ഒരു കൂടെ ഒരടി, അവന്റെ അത്തി പോലും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഇന്നലെ ഒരുത്തം വന്നു,
ഇന്നലെ വന്നവൻ എന്നും വരുന്നവനെ പോലല്ല. അവൻ സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ, അവൻ ജീവനുള്ള ദൈവത്തോട് നിലവിളിക്കുന്നവനാ, അവൻ സത്യദൈവത്തെ ഭജിക്കുന്നവനാ. അതുകൊണ്ട് സിംഹങ്ങൾ ഇങ്ങനെ പറയൂ, എല്ലാവരെയും കീറുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ കീറാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാവരെയും അവൻ ഉപദ്രവിക്കുന്നത് പോലെ സത്യദൈവത്തെ ഭജിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. സിംഹത്തിൻ ഗുഹ എനിക്കെന്നാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കെന്നാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധി വീടാതെ നീർത്തണമേ എന്നെ, വീടാതെ നീർത്തണമേ. ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം പ്രതിസന്ധികളിൽ വീടാതെ നീർത്തണമേ എന്നെ, വീടാതെ നീർത്തണമേ. എനിക്കൊരു തുണ നീ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ. ഓ ദുരിതമും നിറയും ഈ മരുവിലെ വാസത്തിൽ, ദുരിതം എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു ആമേൻ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ. ഇണയില്ല കൂറും പ്രാവു പോൽ ഞരങ്ങുന്നു പ്രിയനേ, ഇണയില്ല കൂറും പ്രാവു പോൽ ഞരങ്ങുന്നു പ്രിയൻ. അനാഥാ വരുവാൻ താമസ എങ്കിൽ, നാഥാ വരുവാൻ താമസ എങ്കിൽ, വീടാതെ നീർത്തണമേ എന്നെ. ഓ നാഥാ വരുവാൻ താമസ എങ്കിൽ, നാഥാ വരുവാൻ താമസ എങ്കിൽ, വീടാതെ നീർത്തണമേ എന്നെ, വീടാതെ. ഓ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, ഓ എനിക്കൊരു കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. മൃഗങ്ങളോട് ചോദിക്കാമ നിന്നെ. ദാനിയേലിൽ കിടന്ന സിംഹക്കൂട്ടി കിടന്ന ആ സിംഹങ്ങൾ പറയും, അവൻ പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ ഭാഷ പറഞ്ഞ സിംഹം പറയാം, അവനെ മണപ്പിക്കാൻ പോലും ദൈവം എന്നല്ലേ അവനെ തൊടുന്നത്. അവനെ മണപ്പിക്കാൻ പോലും ദൈവം. നല്ല ഡള്ളപ്പിന്റെ മെത്ത പോലൊരു കേച്ച് സിംഹം പറഞ്ഞു, ആ ഉപദേശി എന്നാ പോയാട്ടെ. രാജാവിന് ഉറക്കം വന്നില്ല. സ്തോത്രം. എന്റെ ഭാഷ പറഞ്ഞ മെത്തയുള്ള രാജാവ് ഉറങ്ങിയില്ല, മെത്തയില്ലാത്ത ദാനിയേൽ. നമ്മളോർക്കുന്ന നല്ല മെത്ത മേടിച്ച കൊച്ചായൻ ഉറങ്ങുക എന്നാണോ? മെത്ത മേടിച്ച് സൈഡിൽ ചാരി വെച്ചിട്ട് പുള്ളി കാഞ്ഞിരപ്പലയുടെ പലയക്കെട്ടില്. വൈദ്യുതി പറഞ്ഞ ഒരു കാരണവശാലും കൊച്ചായൻ ആ മെത്ത, എന്നാ ഈ മഹാഭാവി മെത്തയെടുത്ത് കിടക്കാൻ ഒക്കുന്നവന് കൊടുക്കൂ, അതുമില്ല. 8ഉം 10ഉം മെത്ത ആരി വെച്ചിരിക്കുക, അവനോട്ട് കിടക്കാനും മേല. എടാ മഹാഭാവി, എന്നാ കിടക്കാവുന്നവനെടുത്താ മെത്ത കൊടുക്ക്. അതൊട്ടിവൻ സ്തോത്രം. അല്ല, ഓരോന്നിന്റെ ഗതികേടാ ഞാനീ പറഞ്ഞു.
സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. മൃഗങ്ങളോട് ചോദിക്കാൻ അവ നിന്നെ. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ആ ഗ്രാമത്തിലോട്ട് ചെല്ലണം. അവിടെ ആരും കയറാത്തൊരു കഴുത കാണും, കെട്ടിയിട്ടിരിക്കുക, അഴിച്ചോണ്ടിഞ്ഞ്. ആരെങ്കിലും ചോദിക്കുകയാണെ പറയണം കർത്താവിന് ഇതിനെ കൊണ്ട്. ശിഷ്യന്മാരോട് ചെന്ന് കെട്ടഴിച്ചോണ്ടിഞ്ഞ് വന്നു. കർത്താവ് ശിഷ്യന്മാരതിന്റെ മേളിൽ തുണിയൊക്കെ ഇട്ട് വീതികളിലുമെല്ലാം യേശു ഇതിന്റെ മുകളിലോട്ട് കയറി. അത് പ്രവചനം നിറവേറിയല്ല, വാക്യങ്ങൾ എടുപ്പിക്കണ്ടല്ലോ, നിങ്ങൾക്കറിയാം. സ്തോത്രം. കർത്താവ് കഴുത കുട്ടിയുടെ പുറത്ത് കയറി, കഴുതയുടെ പുറത്ത് കയറി ഋഷിലേം ദേവാലയത്തിലോട്ട് വരും. വല്ല വൃക്ഷക്കൊമ്പുകളും ഈന്തപ്പനയുടെ മടലും ഓലയെല്ലാം വെട്ടി വീതിയെല്ലാം അലങ്കരിച്ച് കഴുത ഇതിന്റെ പുറത്തുകൂടെ ഇന്ന് വരെ പോകാത്ത പാത കഴുതയ്ക്കൊരുങ്ങി. ഇന്ന് വരെയും കണ്ട ആട്ടുന്നവരെല്ലാം കഴുതയും കൂടെ നോക്കിയായി ബഹുമാനിക്കുന്നത്. കാരണം യേശു ഇതിന്റെ മുകളിലുണ്ട്. നീ യേശുവിന് ഇരിക്കാൻ ഇടം കൊടുത്താൽ നിനക്ക് മാന്യത ഉണ്ടാകും. അതാണ് ഈ കഴുത തരുന്ന ഉപദേശം. അവിടെ കെട്ടിക്കിട്ടപ്പോ ആരേലും വന്ന് മാനിച്ചിട്ടുണ്ടോ? ഒരു തുണി തന്നിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടില്ല, ആരും വന്ന് ഗവനിച്ചിട്ടും ഇല്ല. പക്ഷെ അവിടുന്ന് കെട്ടടിച്ച പഴയ കെട്ടടിക്കണം. നേരത്തെ കെട്ടിയിട്ട സ്ഥലത്ത് നിന്ന് ഇനി പോരണം. കെട്ടുമുട്ടി കിടന്ന് വെച്ച് മാന്യത കിട്ടണമെന്ന് പറഞ്ഞ് കറങ്ങിയ കെട്ടിന്റെ അവിടെ കിടന്ന് കറങ്ങാന്നല്ലാതെ അതിന് ഏഴ് കറക്കം കറങ്ങി. ആണ്ടോടാണ്ട് അവിടെ കിടന്ന് കഴുത കറങ്ങുന്നതല്ല, അതാരും മൈൻഡ് ചെയ്യാൻ. അവസാനം ഒരു വെടിയും ഒരു കൊടയോ ഒരു നടയോ ഒരു പുകയും രണ്ട് കഥനാക്കുറ്റിൽ തീർന്ന്. നിന്നെ ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ യേശു ഈ കഴുതയുടെ പുറത്തേക്ക് കയറി എല്ലാവരും മാനിക്കും. നിനക്കാരേലും പച്ചവെള്ളം തരുന്നെങ്കിൽ, 10 രൂപ തരുന്നെങ്കിൽ, ഇരിക്കാനൊരു കസേര തരുന്നെങ്കിൽ നമ്മുടെ മാന്യതയല്ല, യേശു ഉള്ളത് കൊണ്ടാണ്. യേശു ക്രിസ്തുവിനെ നിരക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കഴുത പറയും, യേശുവിനിരിക്കാൻ ഇടം കൊടുത്താൽ, നീ യേശുവിനെ ചുമന്നാൽ, യേശുവിനെ വഹിച്ചാൽ, സ്തോത്രം, നീ ഉദ്ദേശിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തും. ഇപ്പോഴത്തെ ഒരു പുതിയ പാട്ടാണ്, എനിക്ക് ആ പാട്ട് ഇഷ്ടമാണ്. പുതിയ പാട്ടെല്ലാം ഇഷ്ടക്കേടാന്ന് പറയത്തില്ല, പുതിയതല്ല, എന്നാൽ അത് നല്ല വരിക. അർഹിക്കാത്ത നന്മകളും എന്നിലും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മത്തായി 21 പറഞ്ഞിരിക്കുന്ന ഈ കഴുത പാടാൻ അവസരം കിട്ടുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ കഴുത പാടുമോ? പിന്നെ കഴുത സംസാരിച്ചല്ലോ, പിന്നെ കഴുത പാടുന്നതന്നെ. ട്യൂണുള്ള കഴുതയാണെങ്കിൽ ഇന്നെങ്ങാനും ആയിരുന്നു കഴുതയ്ക്ക് പറയുക, കഴുത സാക്ഷി പറയാൻ പറഞ്ഞ സൂക്ഷ ഈ കഴുത ഈ പാട്ടായിരിക്കും പാടാൻ കൂടുതലും സാധ്യത. അതുകൊണ്ട് കഴുത ഇവിടെ വന്നിട്ടില്ലല്ലോ, നമുക്കെല്ലാം കൂടെ പാടാം. നമ്മൾ ഒരു കാലത്ത് കഴുതയായിരുന്നല്ലോ. യേശു കയറിയത് കൊണ്ടിരിക്കുവോ? യേശുവിനിരിക്കാൻ ഇടം കൊടുത്തത് കൊണ്ടല്ലോ. അതുകൊണ്ട് പാടാം. അർഹിക്കാത്ത നന്മകളും എന്നിലും ഇതേ അർഹിക്കാത്ത നന്മകളും എനിലും യാചിക്കാത്ത എനിക്ക് യാചിക്കാത്ത എനിക്ക് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. മൃഗങ്ങളോട് ചോദിക്കാൻ അവ നിന്നെ ഉപദേശിച്ചു. ആകാശത്തിലെ പക്ഷികളോട് എല്ലാ ഭാഗവും എടുക്കുന്നില്ല.
ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ പറഞ്ഞു തരും. സ്തോത്രം. എല്ലാ ഭാഗവും എടുത്ത് നന്നായിട്ട് വിവരിച്ച് പറഞ്ഞാൽ കൊള്ളാന്നുള്ളതിന് മുതിരുന്നില്ല. സ്തോത്രം. ആണ്ടാ നോഹ വെള്ളം ഇറങ്ങിയോന്നറിയാൻ ഒരു മലങ്കാക്കയെ പറത്തു വിട്ടു. വെള്ളം പറ്റിയോന്നറിയാൻ മലങ്കാക്കയെ പറ്റി കേൾക്കുന്ന വന്നും പോയി നിന്നു. വന്നും അങ്ങനെയുള്ള മലങ്കാക്കയുടെ ആത്മാവുള്ള ആൾക്കാർ സഭയിലുണ്ട്. ഈ ആഴ്ച വരും, അടുത്ത ആഴ്ച വന്നും പോയി, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരും, പിന്നെ രണ്ടാഴ്ച നിനക്ക് മലങ്കാക്കയാ. വന്നും പോയി നിൽക്കുക. എന്നാലൊരു പ്രാവിനെ പറത്ത് വിട്ടു. പ്രാവ് അങ്ങോട്ട് പോയിട്ട് ഇരിക്കാൻ യാതൊരിടവും കാണുന്നില്ല. നേരെ തിരിച്ച് പെട്ടകത്ത്. ഈ പ്രാവ് തരുന്ന ഉപദേശം ഈ ലോകം നമുക്ക് യോഗ്യമല്ല. പക്ഷികളോട് ചോദിക്കാമോ നിനക്ക്? ഈ പക്ഷി, ഈ പ്രാവ് പറയും, കുഞ്ഞുഞ്ഞമ്മേ ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ജോയിക്കുട്ടി, ഈ ലോകം നമുക്ക്, നീ കലങ്കയെ പോയി ഇരിക്കരുത്. മാടക്കടയുടെ അവിടെ വെറുതെ പോയി ഇരിക്കരുത്. ബസ് സ്റ്റോപ്പിൽ കയറി നീ വെറുതെ ഇരിക്കരുത്. നീ ചുമ്മാ അവിടെ പോയി വായി നോക്കി നിൽക്കരുത്. അതായി പ്രാവ് പറഞ്ഞത്. നിനക്ക് പെട്ടകമായി യോഗ്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പാപികളുടെ വഴിയിൽ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ. അതായി പ്രാവ് തരുന്ന ഉപദേശം. പക്ഷികളോട് ചോദിക്കാമ പറഞ്ഞു തരും. ഞാനെല്ലാം വിവരിക്കുന്നില്ല, വേറെ ഒത്തിരി ചേർത്ത് കോർത്തിണക്കിയാ പറയേണ്ടത്. ഇന്നതിന് മുതിരാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഒരിക്കൽ തമ്പുരാൻ കാക്കയെ വിളിച്ചേച്ച് പറഞ്ഞു, ഉപദേശം അവിടെ ഇരിപ്പുണ്ട്, അപ്പോ ഉറച്ചും കൊണ്ട്. കാക്കനെയാണ് ആർക്കും ഇഷ്ടമല്ല. ഒന്ന്, എന്നെ പോലെ ശബ്ദം കൊള്ളുകയല്ല. രണ്ട്, കളറ് നല്ലതല്ല. കുയിലിരിക്കുമ്പോ കുയിലിനോട് പറ, കുയിലിനെ വിളിച്ചില്ല ദൈവം, കാക്കയോടാ പറ. അപ്പൊ ഒരു ചിന്തയാണ് വേദപുസ്തകത്തിലുള്ളതല്ല. പക്ഷികളെല്ലാം കൂടെ ഒന്നിച്ച് കമ്മിറ്റി കൂടിയപ്പോൾ ഓരോ പക്ഷികളെ സാക്ഷ്യം പറഞ്ഞു. മയിൽ പറഞ്ഞു, ദൈവം എനിക്ക് തന്നിരിക്കുന്ന സൗന്ദര്യത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. മഴക്കാറ് കാണുമ്പോൾ എനിക്ക് ചിറക് വിടർത്തി ആടുവാൻ തക്കോണം ദൈവം തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. അപ്പം കാക്ക അതെല്ലാം കണ്ടു. കാക്ക ദൂരെ ഇരിക്കുക. ഉടനെ കുയിൽ പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, നന്നായിട്ട് പാടുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ശ്രുതി തെറ്റാതെ. ഇതിൽ പറയല്ലേ ഇനി, അല്ല വേറെ എന്തൊക്കെ പറയതിന് സംഗതി. അതാ സംഗതി പോകാതെ പാടുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്ന കൃപയ്ക്കായി. എന്നിട്ട് കാക്കേനെ ഒരു നോട്ടു. മുഴുവൻ ശ്രുതി തെറ്റി കിടക്കുക. അപ്പൊ കാക്കയ്ക്ക് അങ്ങ് സ്തോത്രം. അപ്പൊ തത്ത പറഞ്ഞു, ദൈവത്തിന് മഹത്വം തന്ന ഈ കളറിനായി പലവിധ വർണ്ണങ്ങളാൽ ദൈവം എന്നെ സൃഷ്ടിച്ചതോർത്ത് ഞാൻ ദൈവത്തെ, ചുണ്ടിനൊരു കളർ, പടലിയുടെ ഇവിടെ ഒരു ഡിസൈൻ, റിങ് അതൊരു ഡിസൈൻ, ഇങ്ങോട്ടൊരു കളർ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ കളറുകൾക്കായിട്ട് ദൈവത്തെ. എന്നിട്ട് കാക്കേനെ നോട്ടു. ഞാൻ വിവരിക്കുന്നില്ല. സ്തോത്രം, സ്തോത്രം. കാക്ക ഇതെല്ലാം കേട്ടും കണ്ടും അങ്ങ് മനപ്രയാസമായി. തേമേ കളറും ഈ ചുണ്ടും ആർക്കും തന്നെ വളരെ ഭാരത്തോടെ നിന്നപ്പോ തമ്പുരാന്റെ സുപ്രഭാതത്ത് പറഞ്ഞ്, ഉപദേശം അവിടെ കരിയത്തിന്റെ അവിടെ ഉണ്ട്, അപ്പൊ ഉറച്ചും കൊണ്ട് കൊടുക്കാം. ഡെയിലി പ്രത്യേക ശുശ്രൂഷ. എന്റെ ചിന്ത പറഞ്ഞ് കാക്ക പറയും, നിന്റെ കളറ് വിഷയമല്ല, നിന്റെ സ്വരവും വിഷയമല്ല, തക്ക സമയത്ത് ദൈവം നിന്നെ മാനിക്കും. കളറൊന്നും വിഷയമല്ല. നമ്മൾ പറഞ്ഞു, ചില പറഞ്ഞു, അയ്യോ ഈ കളറായി പോയത് കൊണ്ടാ പാസ്റ്റർ വിഡ്ഢി. ഇന്ന് പേപ്പറിൽ കണ്ടില്ലയോ, ഇന്ത്യയുടെ പ്രഥമ വനിത കളറാണ് വിഷയം. കളറൊന്നും വിഷയമല്ല. ഇന്ന കുടുംബത്തിൽ പറഞ്ഞതാ, അതാണ് വിഷയം. ലോകക്കാരെ ആ വിധത്തിൽ പോകുന്നെങ്കിൽ ദൈവമക്കളെ അത്ര അധികം
മുമ്പേ കേട്ടില്ലേ? കാക്കകളെ നോക്കിയിട്ട് മിൻ വിതയ്ക്കൊന്നില്ല, കൊയ്ത് കള്ളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. ആമേൻ. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്തു കള്ളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ, വാനിലെ പറവകൾ പുലരുന്നല്ലോ. ആമേൻ. വയലിലെ താമരകൾ വളരുന്നല്ലോ, എന്നായി വാനിലെ പറവകൾ പുലരുന്നല്ലോ. ഓ എനിക്കായി കരുതാമെന്നുരച്ചവരെ, എനിക്കൊന്നും ഭയമില്ല. നിരചിടുമ്പോ എനിക്കായി കരുതുക ഇഹത്തിലില്ലേ. ചുമടുന്നൻ ഭാരമല്ല നിന്റെ ചുമലിൽ. എനിക്കായി കരുതുക ഇഹത്തിലില്ലേ. ഒന്നോ ചുമത്തുന്ന ഭാരമല്ല നിന്റെ ചുമലിൽ. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പക്ഷികളോട് ചോദിക്കാമ പറഞ്ഞത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ അമ്മമാരായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയും. ഇപ്പോഴത്തൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല. പണ്ടൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അമ്മ ചെയ്ത് കണ്ടിട്ടുണ്ട്. കോഴിയെ കോഴിയെ കൊത്തിച്ചിറക്കും. തള്ളക്കോഴിക്ക് 10-15 മുട്ടയൊക്കെ വെക്കും. അതിനെല്ലാം ഉരുളിക്കകത്ത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തതാ.